ഹായ് ഹലോ ഗൈസ്, ഞങ്ങൾ സ്കൂളൊക്കെ പൂട്ടിയിട്ട് ഞങ്ങളുടെ അമ്മമ്മയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ മുളയങ്കാവിലെ എടപ്പുരം എന്ന് പറഞ്ഞിട്ടില്ല, എൻ്റെ കാളവേലയാണ് ഇന്ന് രാത്രി. അപ്പോൾ അവിടേക്കുള്ള വഴിപാട് കാളകളുണ്ട് ഇവിടെ അടുത്തുള്ള, ഞങ്ങളുടെ അടുത്തുനിന്നുള്ള ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ നിന്ന്. അപ്പോൾ അങ്ങോട്ട് ഞങ്ങൾ പോവുകയാണ് വിത്ത് കണ്ണനാണ് തക്കു, പിന്നെ കുഞ്ഞുമുണ്ട്. രാവിലെ 2-3 വട്ടം പോയി നോക്കിയെങ്കിലും അപ്പോഴൊന്നും അതിൻ്റെ തല കെട്ടിയിട്ടുണ്ടായിരുന്നില്ല, അതായത് തല വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം പിന്നെ തലയും കൂടി വെച്ചപ്പോൾ അത് നോക്കാൻ ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ ആ ഒരു പാടത്തിൻ്റെ അവിടെ കയറിയിട്ട് ഞങ്ങൾ അതിലിങ്ങനെ ചുറ്റിച്ച് വീഡിയോ എടുക്കുമ്പോൾ ഞങ്ങളുടെ തറവാട് ബാക്കിൽ നിന്ന് കാണുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്ത് അവിടെ ഇഷ്ടികയും സിമെൻറ്റൊക്കെ കൂട്ടി കാണുന്നത് മാമൻ്റെ പുതിയ വീട് പണിയെടുക്കുന്ന സ്ഥലമാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളങ്ങനെ നടക്കുമ്പോൾ വെയിലത്ത് ഞങ്ങളുടെ നിഴലിങ്ങനെ റോട്ടിൽ കാണുമ്പോൾ എനിക്ക് നല്ല മനസ്സുഖം. അപ്പോൾ അതിൽ കൂടെ കുറച്ച് നേരം കളിച്ച് അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ അങ്ങോട്ട് ഓടി. കുട്ടികൾ ഓടി, ഞാനവരെ പിന്നാലെ ഫോണും പിടിച്ച് പോയി. ഇവരുടെ കൂടെ ഇങ്ങനെ നടക്കാനും ഇവരുടെ ചിരിയിലും കളിയിലൊക്കെ കൂടാനൊക്കെ നല്ല രസമാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മമ്മയുടെ വീട് എന്നൊരു മറക്കാനാവാത്ത ഓർമ്മയുണ്ട്. എല്ലാവർക്കും അങ്ങനെ തന്നെയാവില്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ കാളക്കുട്ടൻ. 2 കാളത്തലക്ക് നല്ല ഡിഫറെൻറ്റ് കളേഴ്സ്, നല്ല രസമല്ലേ കാണാൻ? അപ്പോൾ ഇത് ഞങ്ങളുടെ ഒരു റിലേറ്റീവിൻ്റെ വീട് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ കുട്ടികൾക്ക് ഫോട്ടോ എടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ്. കുട്ടികൾക്ക് മാത്രമല്ല ഞങ്ങൾക്കും. അപ്പോൾ കുറച്ച് നേരം അവിടെ ആൾക്കാരെയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പരിങ്ങി നിന്നു. അത് കഴിഞ്ഞിട്ട് അവർക്ക് കുറേ ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം അപ്പുറത്തൊരു അച്ഛമ്മയുടെ വീടുണ്ട് ഞങ്ങൾക്കറിയണം, അവിടെ കയറി. അപ്പോൾ അവിടുത്തെ അച്ഛമ്മ ഞങ്ങൾക്ക് നടാടിയായിട്ട് വന്നതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് മുന്തിരിയൊക്കെ എടുത്തന്ന് കഴിക്കാൻ. നല്ല അച്ഛമ്മയാണ്. ഞങ്ങൾക്കപ്പോൾ അവിടെ നിന്ന് മുന്തിരി കിട്ടി, അതൊക്കെ കുട്ടികൾ കഴിച്ചും കൊണ്ടിരിക്കുകയാണ്. അതിന് ശേഷം ഞങ്ങൾ അവിടെ ആ വീടിൻ്റെ ഉമ്മറത്തന്നെ ആ തിണ്ടുമ്പോൾ കുട്ടികൾ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാനപ്പോഴും അവിടെ കണ്ട ബോഗൺവില്ല ഫ്ലവറിൽ കളിച്ചും കൊണ്ടിരിക്കുകയാണ്, അതിൽ വീഡിയോസ് എടുത്തും കൊണ്ടിരിക്കുക. അതിനുശേഷം ഞാൻ പിന്നെ കാളയുടെ വീഡിയോ ഒക്കെ പോരുമ്പോൾ എടുത്തു. പിന്നെ വീണ്ടും കുട്ടികൾക്ക് അതിൽ കയറി ഇരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പറഞ്ഞപ്പോൾ ഞങ്ങൾ ആ ഫ്രണ്ടിൽ കയറ്റിയിരുത്തി. അവർക്ക് സത്യം പറഞ്ഞാൽ ബാക്കിൽ ഇരിക്കണം എന്നായിരുന്നു. അത്രയും ഹൈറ്റിക്ക് ഞാൻ എങ്ങനെ ഇവരെ കയറ്റി കൊണ്ട് പോകുകയെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞങ്ങൾ എങ്ങനെയൊക്കെ കൺവിൻസ് ചെയ്തിട്ട് അവരെ ഫ്രണ്ടിലിരുത്തി. നല്ല വെയിലുണ്ടായിരുന്നു, നമുക്ക് ഫോണിക്കൊന്നും നോക്കാൻ പറ്റാതെ കണ്ണിലേക്ക് തെറിച്ച് നിൽക്കുന്ന വെയിലാകൊണ്ടാണ് ഞാൻ ഇത്രയും എക്സ്പ്രഷൻ ഇടുന്നത്. പിന്നെ കുട്ടികൾക്ക് അതൊന്നും ഒരു പ്രശ്നമേ അല്ല എന്ന് പറഞ്ഞിട്ടാണ് അവരൊക്കെ നടക്കുന്നത്. എന്നിട്ട് ഞങ്ങളിങ്ങനെ തിരിച്ച് നടക്കാൻ തുടങ്ങി. കുറച്ചും കൂടി പ്ലാനൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ഫുഡൊക്കെ കഴിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ ഇവരുടെ കൂടെ ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം. ഇന്നിപ്പോൾ ഞങ്ങളുടെ അത്രയും കുറേ കസിൻസൊന്നുമില്ല വീട്ടിൽ, ഞങ്ങൾ 2-3 ആൾ മാത്രമേ ഉള്ളൂ. ഇപ്പം ഇവരൊക്കെ ഈ ഓടിച്ചാടി പോകുന്നത് ഞങ്ങളുടെ വീടിൻ്റെ നേരെ മീതൊക്കെ ഒരു മല പോലത്തെ സംഭവമുണ്ട്, അങ്ങോട്ട് കയറാനാണ്. വീടിൻ്റെ പിന്നാമ്പുറത്ത് തുണി നോക്കട്ടോ എന്ന് നോക്കണ്ട, കാരണം ഞങ്ങളെല്ലാവരും വീട്ടിൽ കൊണ്ട് തന്നെ കുറേ തുണിയൊക്കെ ഉണ്ട്. മേലെ കയറാൻ പോവാണ്, മരത്തിൽ കയറാന്. നമ്മൾ ഇന്നലെ കയറി, പക്ഷെ വീഡിയോ എടുക്കാനൊന്ന് മറന്നു പോയി. ഫോൺ നല്ല വീട് എടുത്തിട്ട് നമ്മളെ സ്വന്തമാണ്. എന്റെ വല്യച്ഛന്റെ അച്ഛന്റെ സ്വന്തമാണ്. കുറച്ച് കാലം മുമ്പ് വരെ ഞങ്ങൾ ഈ മരങ്ങളിലൊക്കെ കയറി ഇങ്ങനെ ഓടിച്ചാടി നടക്കുമ്പോൾ അവിടെ നിന്നുള്ള ഞങ്ങളുടെ ബഹളവും സൗണ്ടൊക്കെ കേട്ട് ഞങ്ങളവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും പറ്റുമോ അവിടെ നിന്ന് വീണിട്ട് എന്ന് പേടിച്ചിരുന്ന് ഞങ്ങളെ വേഗം അവിടെ താഴെ വന്നിട്ട് വിളിക്കുന്ന ഒരാളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഞങ്ങളെ അങ്ങനെ വിളിക്കാൻ ഞങ്ങളുടെ അമ്മമ്മ അവിടെ ഇല്ല. സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ അമ്മമ്മേനെ കുറിച്ച് പറയാൻ വാക്കുകളില്ല. അത്രയും ഞങ്ങളെ സ്നേഹിച്ചിരുന്ന, എന്നാൽ അത് അത്ര അധികം പ്രകടിപ്പിക്കാൻ അറിയാത്ത ഒരാളായിരുന്നു ഞങ്ങളുടെ അമ്മമ്മ. ഞങ്ങളെല്ലാവരെയും ഒരേപോലെ കണ്ട് സ്നേഹിച്ചിരുന്ന ഒരാളായിരുന്നു ഞങ്ങളുടെ അമ്മമ്മ. അമ്മമ്മേനെ പറ്റി പറയാനാണെങ്കിൽ ഞങ്ങൾക്ക് ഒറ്റ വാക്കിൽ എങ്ങനെ പറയണമെന്ന് പോലും അറിയില്ല. അത്രയും അധികം ഉണ്ട് ഞങ്ങളുടെ അമ്മയുടെ സ്നേഹം, കാരുണ്യം, കാര്യങ്ങളൊക്കെ കാണിക്കാൻ ഞങ്ങൾക്ക്. ഇപ്പോൾ ഞങ്ങൾ ചിരിച്ചും കളിച്ച് നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഞങ്ങളുടെ അമ്മമാരായിരിക്കും. കാരണം ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ അത് കാണുമ്പോൾ എവിടെയെങ്കിലൊക്കെ ഇരുന്ന് കാണുമ്പോൾ ഞങ്ങളുടെ അമ്മയ്ക്ക് അത് സങ്കടമായിരിക്കും. അപ്പോൾ അങ്ങനെ അമ്മമ്മേനെ സങ്കടപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. എത്രത്തോളം സ്നേഹം ഞങ്ങളുടെ മനസ്സിലുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അത് എവിടെയും തുറന്നു കെട്ടേണ്ട കാര്യമൊന്നുമില്ലെങ്കിലും ശരിക്കും ഞങ്ങളുടെ അമ്മമ്മ എന്ന് പറഞ്ഞാൽ ഒരു മറക്കാനാവാത്തൊരു സ്നേഹത്തിൻ്റെ നിറകുടമാണ്. അമ്മമ്മ പോയത് ഇപ്പോഴും ഞങ്ങൾക്ക് അത്രയും കൂടി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഞങ്ങളുടെ അമ്മയുടെ സ്നേഹവും സാന്നിധ്യമൊക്കെ ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മയുടെ വീട്ടിൽ പോകുമ്പോൾ തന്നെ കിട്ടാറുണ്ട്.
അവിടെ പോയാൽ ഞങ്ങൾ അമ്മ വീട്ടിലുള്ളപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ ഒറ്റയ്ക്ക് പോയി നിൽക്കുമ്പോൾ ഞങ്ങളെ നോക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന അമ്മമ്മ. എന്നാലും അമ്മമ്മയ്ക്ക് എന്തൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് വെച്ചാലും ഞങ്ങളുടെ കാര്യങ്ങളൊന്നും ഒരു വിട്ടുവീഴ്ച വരുത്താണ്ട് ഞങ്ങളുടെ പിന്നാലെ നടന്ന് ഞങ്ങളതിനെ ശ്രദ്ധിക്കും. ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അതിനെ ഞങ്ങൾ ശകാരിച്ചിട്ടും ഞങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടും ഞങ്ങളുടെ ഓരോ ചെറിയ കാര്യങ്ങൾ പോലും നന്നായി നിരീക്ഷിക്കുന്ന ഒരാളാണ് ഞങ്ങളുടെ അമ്മ. അമ്മമ്മ ഇല്ലാണ്ട് അവിടെ പോകുമ്പോൾ ഇടയ്ക്ക് നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അമ്മമ്മേനെ ഇങ്ങനെ ഓർമ്മ വരും. പിന്നെ നമ്മളെല്ലാവരും ഫാമിലി ആയിട്ട് ഇരിക്കുമ്പോൾ അമ്മമ്മ മാത്രമാണല്ലോ ഇപ്പോൾ അവിടെ സംസാരിക്കാനില്ലാത്തതെന്നൊക്കെ ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നൊരു വിങ്ങലും പെട്ടലൊക്കെ വരും. പിന്നെ അമ്മച്ചൻ ഉള്ളതുകൊണ്ട് അമ്മച്ചനെ നോക്കി ഇനി അമ്മച്ചനെ നോക്കിക്കൊണ്ട് ആ ഒരു വിടവങ്ങൾ മാറ്റാമെന്നുള്ള പോലെ ഞങ്ങൾ അതൊക്കെ അങ്ങോട്ട് സഹിച്ച് നിൽക്കാൻ നിൽക്കും. പിന്നെ ഈ കുട്ടികളുടെയൊക്കെ കൂടെ നടക്കുമ്പോൾ നമ്മളതൊക്കെ മറന്ന് അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവരുടെ കൂടെ സന്തോഷിച്ച് അങ്ങോട്ട് കളറാക്കും നമ്മുടെ അമ്മമ്മയുടെ വീട്ടിലേക്ക് പോകുന്നത്. ഇവിടെ കയറി കണ്ടിട്ട് ഓരോ മരത്തിലൊക്കെ ചാടി കളിക്കുമ്പോൾ ഭയങ്കര സമാധാനവും നല്ല സന്തോഷമൊക്കെയാണ്. പിന്നെ ഞാൻ ഇടയ്ക്ക് കുട്ടികളുടെ സൗണ്ട് തന്നെ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഈ വീഡിയോയിൽ എടുക്കുമ്പോൾ തന്നെ വന്നത്. കാരണം അവർക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അവരുടെ സൗണ്ടും കാര്യങ്ങളും അവരുടെ വീഡിയോസൊക്കെ ഇടണമെന്ന്. സബ്സ്ക്രൈബേഴ്സ് കുറവാണെങ്കിൽ പോലും അവരുടെ വീഡിയോസ് ഇങ്ങനെ യൂട്യൂബിൽ നിന്നൊക്കെ കാണുമെന്ന് പറഞ്ഞാൽ അവർക്കൊരു സന്തോഷമല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ആഗ്രഹം പോലെ നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ ഓൺ വോയിസ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അവരുടെ വോയിസ് ഈ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുള്ളത്. ചിലപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോത്തെ വോയിസിൻ്റെ വല്ല പ്രശ്നങ്ങളുണ്ട് വെച്ചാൽ അതിനൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കുക. പിന്നെ ഞാൻ എടുക്കുന്ന വീഡിയോയും ഷെയ്ക്കാവണം, ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ട്. അത് ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ട് വീഡിയോ ഓണാക്കി വെച്ചിട്ട് നടക്കുന്നത് കൊണ്ടാണ്. അവന്റെ പേര് ബുജി. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ഇരുട്ടായിട്ട് വേണം ഞങ്ങൾക്ക് നേരത്തെ കണ്ട കാളേനെ കാണാൻ പോകാൻ. ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല വൈബാവും. ഇനി താഴെ ഇറങ്ങിയിട്ട് നേരെ കുളിച്ച് കഴിഞ്ഞാൽ റെഡി ആയിട്ട് ഞങ്ങൾ കാളേനെ കാണാൻ പോകും. സാറേ സാറേ സാമ്പാറേ സാറിന്റെ വീട്ടില് കല്യാണം. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? ഓ ഗോഡ്, യു അഗൈൻ? വീണ്ടും നിങ്ങളോ? അപ്പോൾ ഗൈസ് നമ്മൾ താഴത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. സമയമായിട്ടുണ്ട്. ഹലോ, മങ്കിയുടെ മോളെ ഞാൻ പിടിച്ച് കയറാൻ നോക്കിയായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ചും കൂടി ഇരുട്ടായപ്പോൾ ഞങ്ങൾ കാളേനെ കാണാൻ വന്നു. കാള ഭയങ്കര വൈബായിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ ലൈറ്റൊക്കെ ഇട്ട് കുട്ടപ്പനായിരിക്കുന്നുണ്ടായിരുന്നു. കുറേ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ സദ്യയൊക്കെ ഉണ്ടായിരുന്നു ആ വീട്ടിൽ. പക്ഷെ ഞങ്ങൾ കഴിക്കാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ മാമൻ പോകുമ്പോൾ മാമൻ്റെ കൂടെ വേഗം പോയി. അപ്പോൾ ഗൈസ് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.